ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരാൾക്ക് നിങ്ങളോട് കൂടുതൽ അടുപ്പം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്ന 3 റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ള 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ നമ്മൾ എന്തായാലും പാലിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. അത് 3 നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും എന്താന്നുള്ളത്. സോ നമുക്ക് നോക്കാം. ഒരാൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നണം, അടുപ്പം തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്നും അളവിലധികമായി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പറയാം. ഒരു റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഒരു ബ്രേക്കപ്പ് ആയ റിലേഷൻഷിപ്പ് നമുക്ക് എടുക്കാം. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഭയങ്കര ജെന്യുവിൻ ആയിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടാവും. അതേപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആയിരിക്കില്ല. അവര് വലിയ രീതിയിൽ ഈ റിലേഷൻഷിപ്പിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കുള്ള ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടാവുക. അത് ഒട്ടുമിക്ക ബന്ധങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരാൾ ഭയങ്കര സീരിയസ് ആയിരിക്കും, മറ്റാളില്ല ജീവിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ ഒരു ചിന്താഗതിയും ഒക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അവരുടെ പുറകെ പോവുക, ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ മിണ്ടിപ്പിക്കാൻ വേണ്ടി പുറകെ പോവുക, ഇങ്ങനെയൊക്കെ ആ ഒരാള് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അതിനെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതായത് ഇവര് പുറകെ വരില്ലോ എന്ന് പറഞ്ഞിട്ട് ആള് ഭയങ്കര സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പിനെ എടുക്കാത്ത ടൈപ്പുള്ള ഒരാളായിരിക്കും. അപ്പൊ ഇവിടെ കൂടുതലായിട്ടും സ്നേഹിക്കുന്ന ആ ഒരാൾക്ക് എപ്പോഴും വിഷമം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും കൂടുതലായി കൊടുക്കാതിരിക്കുക. എല്ലാം കൂടുതലായിട്ട് കിട്ടുമ്പോൾ അവർക്ക് അതൊന്നും തന്നെ വിലയില്ലാതായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഒരു വാല്യൂ ഇല്ലാത്തതായിട്ട് മാറും. അപ്പൊ നിങ്ങളോടും അവർക്ക് അങ്ങനെ ഒരു ഫീൽ വരും, ഇതിപ്പോഴും എന്റെ പുറകെ വരും എന്നുള്ള രീതിയിൽ ഒരു ചിന്ത വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും കൂടുതലായിട്ട് കൊടുക്കണ്ട. ഇപ്പൊ നിങ്ങൾ എപ്പോഴും ഐ ലവ് യു പറയുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ എപ്പോഴും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അത് കേൾക്കാൻ രസം ഉണ്ടാവില്ല. അതായത് ഇത് എപ്പോഴും പറയുന്നത് തന്നെയാണല്ലോ എന്ന് വിചാരിക്കും. നേരെ മറിച്ച് എപ്പോഴെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കേൾക്കാനും രസം ഉണ്ടാവും. അവർക്ക് അതിനോട് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം, ഇഷ്ടമൊക്കെ തോന്നും. അതായത് എപ്പോഴെങ്കിലും കേൾക്കുള്ളൂ. അപ്പൊ കേൾക്കുന്ന സമയം എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു സമയമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും പറയാതിരിക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഐ ലവ് യു പറയാം, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഹഗ് ചെയ്യാം. കിസ് ചെയ്യുന്നത് എപ്പോഴും കിസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ കിസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. എപ്പോഴും ഇങ്ങനെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്ന സ്വഭാവം നല്ലതല്ല. നമുക്ക് എത്ര ഇഷ്ടമുള്ളൊരു ഫുഡാണെങ്കിലും ആ ഒരു ഫുഡ് നമ്മൾ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ബിരിയാണി ഇഷ്ടമാണെന്ന് വെച്ചിട്ട് ഡെയിലി ബിരിയാണി കിട്ടുമ്പോൾ നമുക്ക് ബിരിയാണിയോടുള്ള ഇഷ്ടം അങ്ങോട്ട് പോവും, മടുക്കും നമുക്ക്. പിന്നെ അയ്യോ എന്ന് വേണ്ടാന്ന് നമുക്ക് തോന്നും. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എപ്പോഴും കിട്ടുമ്പോൾ നമുക്കൊരു വലിയ ഉണ്ടാവില്ല. അപ്പൊ കൂടുതലായിട്ട് കൊടുക്കണ്ട, എപ്പോഴും കൊടുക്കണ്ട. എപ്പോഴെങ്കിലും ഒക്കെ ആ ഒരു ഇഷ്ടവും പരിഗണനയൊക്കെ കാണിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് തിരിച്ചും സ്നേഹം കിട്ടാനുള്ള വഴി എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ കൂടുതലായിട്ട് വരും. അതായത് അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒരു ഹഗ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അവർ ആഗ്രഹിക്കും. ഇനി എപ്പോഴാ ഇങ്ങനെയുള്ള വേർഡ്സ് കേൾക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവർ എപ്പോഴും എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുക, ആ ഒരു ചിന്താഗതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പൊ അതാണ് വേണ്ടത്. എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി നിലനിർത്താനായിട്ട് ശ്രമിക്കുക റിലേഷൻഷിപ്പിൽ. സോ അളവിൽ കൂടുതൽ അല്ലെങ്കിൽ അധികമായിട്ട് ഒന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, റിജക്ഷൻ ഫേസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. ഇപ്പൊ നിങ്ങൾ ആരോടെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് റിജക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരാളെ പ്രപ്പോസ് ചെയ്തു, അപ്പൊ അവരത് റിജക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഭയങ്കര ദേഷ്യപ്പെട്ട് അവരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ദേഷ്യപ്പെട്ടും സംസാരിക്കരുത്, കരഞ്ഞും സംസാരിക്കരുത്. അങ്ങനെയല്ല. നമ്മൾ പറയേണ്ടത്, ഓക്കെ, ഇപ്പൊ നീ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ ഫൈൻ, നീ എപ്പോഴാണോ ഓക്കെ ആകുന്നത് ആ സമയത്ത് എന്നോട് പറയൂ, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ആ രീതിയിൽ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ചെറിയൊരു ഇഷ്ടം തോന്നും. അതായത് നിങ്ങൾ പറയുന്ന ഒരു വേർഡ്സും അങ്ങനെ നിങ്ങളുടെ ബിഹേവിയർ ഒക്കെ അവർക്ക് ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചില്ല, അതേപോലെ ഒരു മടിയും കാര്യം ഇല്ലാണ്ട് പോയി പറയുന്നുണ്ട്. റിജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ അത് ദേഷ്യപ്പെടുന്നില്ല, എന്നാൽ കരയുന്നില്ല. നോർമലായിട്ട് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാ ഫീൽ ചെയ്യുക. അപ്പൊ നമ്മൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. റിജക്ഷനെ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. റിജക്ഷനൊക്കെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ, ഫേസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് അടുത്ത സിറ്റുവേഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ള രീതിയിൽ പോവുക. അത് ഭയങ്കര ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. ഇത് ആ ഒരാൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടവും താല്പര്യവും ഒക്കെ കൂട്ടാനായിട്ട് നിങ്ങളെ സഹായിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. ഈ സെൽഫ് ലവിനെ കുറിച്ച് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ സെൽഫ് ലവ് എന്തിനാ പറയുന്നത്? എല്ലാവർക്കും ഉണ്ടാവില്ല സെൽഫ് ലവ്, എല്ലാവർക്കും കൂടെ അറിയാവുന്ന കാര്യമാണെന്നുള്ളത്. നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അതായത് നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കുക. ഇപ്പൊ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നറിയോ, മേ ബി റിലേഷൻഷിപ്പിൽ ആകുന്നത് വരെ എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റ് ആയിട്ട് നോക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ റിലേഷൻഷിപ്പിൽ ആയതിനു ശേഷം
ശേഷം അവർ അവരെ പോലും കെയർ ചെയ്യുന്നുണ്ടാവില്ല. ഫുൾ ടൈം കോളും മെസ്സേജും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നല്ലാതെ അവർക്ക് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യാനോ കണ്ടുപിടിക്കാനോ ഒന്നും അവർക്ക് പറ്റിയെന്ന് വരില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ എവിടെയാണ് നമുക്ക് സെൽഫ് ലവ് കാണാൻ പറ്റുക? എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് വെറുതെ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ലക്ഷ്യങ്ങൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചാലേ മറ്റുള്ളവരെ നിങ്ങളെ സ്നേഹിക്കും, ഇഷ്ടപ്പെടും എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം കോൺഫിഡന്റ് ആണെന്നുള്ളത് നോക്കി മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്താൻ ശ്രമിക്കും. അതിലൂടെയും അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവും എന്നുള്ളതാണ്. സോ സെൽഫ് ലവ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, മറക്കാതിരിക്കുക. അപ്പൊ ഈ 3 റൂൾസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാളാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവരെ നിങ്ങളെ സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം ഫോളോ ചെയ്താൽ മതി. മേ ബി റിലേഷൻഷിപ്പിലുള്ള ആളുകൾ ആണെങ്കിൽ തന്നെ അവർക്ക് എന്നോട് സ്നേഹം കുറവാണ്, അല്ലെങ്കിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതായത് സ്നേഹം വലിയ രീതിയിൽ ഇല്ല, ആദ്യമുള്ളത് പോലെ ഒന്നും അല്ല, അങ്ങനെയൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യാം. ഇനി ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യാം. അപ്പൊ എങ്ങനെയാണെങ്കിലും ഈ 3 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രം വരെ ഒന്ന് ഫോളോ ചെയ്യും കൂടി ചെയ്യണം എന്നുള്ളതാണ്. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലതേ വരത്തുള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് അതൊരു തെറ്റായ കാര്യമായിട്ട് വരികയോ ഭാവിയിൽ അങ്ങനെ വരാൻ സാധ്യതയൊന്നുമില്ല. അങ്ങനെയൊന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കും എന്ന വിശ്വാസത്തിൽ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്